ഹേ അമിഗോസ്, നിങ്ങൾ ഏതെങ്കിലും സെലിബ്രിറ്റീസിനെയോ അല്ലെങ്കിൽ മോഡൽസിനെയോ കാണുമ്പോൾ ചിന്തിച്ചിട്ടില്ലേ ഇവരുടെ ഫേസ് എന്തുകൊണ്ടായിരിക്കും എപ്പോഴും ഇത്രയധികം അട്രാക്റ്റീവായിട്ടിരിക്കുന്നത് എന്ന്? സോ ആ ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന 8 ടിപ്സ് നിങ്ങൾ റെഗുലറായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും അവരെ പോലെ അട്രാക്റ്റീവായ ഫേസ് നിലനിർത്താനായിട്ട് സാധിക്കും. ആൻഡ് വീഡിയോയുടെ അവസാനം ഞാനൊരു ബോണസ് ടിപ്പ് കൂടി പറയുന്നുണ്ട്. സോ ഡോണ്ട് മിസ് ഇറ്റ്. ടിപ്പ് നമ്പർ 1, സ്പാർക്ലിംഗ് ഐസ്. ഏതൊരാളുടെയും ഫേസിൽ എല്ലാവരും ആദ്യം ശ്രദ്ധിക്കുക അവരുടെ കണ്ണുകളായിരിക്കും. അതിനാൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസിന് ആദ്യം വേണ്ടത് വളരെ എനർജറ്റിക് ആയിട്ടുള്ള കണ്ണുകളാണ്. മൊബൈൽ ഫോൺ അധിക സമയം ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന ബ്ലൂ ലൈറ്റ് നമ്മളുടെ കണ്ണുകളുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും കാര്യമായ തകരാറുകൾ വരുത്തുന്നു. ഇത് തടയാൻ വേണ്ടിയിട്ട് ഫോണിൽ ബ്ലൂ ലൈറ്റ് ഫിൽറ്റേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഡ്രൈ എയർ ഡയറക്റ്റായിട്ട് കണ്ണിലേക്ക് പ്രവേശിക്കുന്നതും കണ്ണിൻ്റെ തിളക്കം നഷ്ടപ്പെടാനായിട്ട് കാരണമാവുന്നു. അതിനാൽ ബൈക്കിൽ പോകുമ്പോഴെല്ലാം ഹെൽമെറ്റും സൺഗ്ലാസും ധരിക്കുക. കണ്ണിന് താഴെ ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ നിങ്ങളെ എപ്പോഴും ക്ഷീണിതനായിട്ട് തോന്നിപ്പിക്കുകയും നിങ്ങളുടെ ഫേസ് ലെസ് അട്രാക്റ്റീവായിട്ട് മാറുകയും ചെയ്യുന്നു. ആവശ്യത്തിന് ഉറങ്ങുകയും കുക്കുംബർ കണ്ണിന് മുകളിൽ വെക്കുകയും ഒക്കെ ചെയ്യുന്നത് ഡാർക്ക് സർക്കിൾസ് തടയാനായിട്ട് സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകളെ ഹൈഡ്രേറ്റഡ് ആയും ഹെൽത്തി ആയിട്ടും നിലനിർത്താനായിട്ട് ഒമേഗ ഫാറ്റി ആസിഡ് കൂടുതലുള്ള മത്സ്യങ്ങൾ കഴിക്കുക. അതേപോലെ വാൽനട്ട്സ് എന്നിവയൊക്കെ കഴിക്കാവുന്നതാണ്. ടിപ്പ് നമ്പർ 2, ഫേസ് കെയർ റൂട്ടീൻ. ഏതൊരാൾക്കും നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് ഫേസ് കെയർ റൂട്ടീൻ. ഒരു നല്ല ഫേസ് കെയർ റൂട്ടീൻ മുഖത്തെ പാടുകൾ, കുരുക്കൾ, ചുളിവുകൾ എന്നിവയിൽ നിന്നെല്ലാം തടയുന്നു. ഫേസ് കെയർ റൂട്ടീൻ ചെയ്യുമ്പോൾ അതിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഫേസ് വാഷ്, മോയ്സ്ചറൈസർ എന്നിവ ഉൾപ്പെടുത്തുക. കൂടാതെ സൺസ്ക്രീൻ, സ്ക്രബ്, സെറംസ് എന്നിവയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ടിപ്പ് നമ്പർ 3, സിമെട്രിക്കൽ ഫേസ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഖത്തിൻ്റെ 2 ഭാഗവും ഒരേപോലെ ഇരിക്കുക എന്നതാണ്. 2 കണ്ണുകളും ചെവികളും എല്ലാം ഒരേ സൈസ്. ഏതൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫേസും സിമെട്രിക് ആയിരിക്കും. നിങ്ങളുടെ ഫേസ് എത്രത്തോളം സിമെട്രിക് ആണ് എന്നറിയണം എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നും അതിന് സഹായിക്കുന്ന ഒരുപാട് ആപ്സ് ഉണ്ട്, അത് ഉപയോഗിക്കാവുന്നതാണ്. നമ്പർ 4, ഓസം ജോ ലൈൻ. നിങ്ങളുടെ മുഖത്തിൻ്റെ സൗന്ദര്യത്തെ എടുത്തു കാണിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് നിങ്ങളുടെ ജോ ലൈൻ. നിങ്ങളുടെ ജോ ഒരുപാട് വൈഡ് ആണെങ്കിൽ നിങ്ങളുടെ ഫേസ് കൂടുതൽ തടിയുള്ളതായും ഉരുണ്ടതായിട്ടും കാണിക്കുന്നു. കൂടുതൽ ഇടുങ്ങിയ ജോ ആണെങ്കിൽ നിങ്ങളുടെ ഫേസ് മെലിഞ്ഞതായും കാണിക്കുന്നു. അതിനാൽ ഏറ്റവും നല്ലത് ജോ ഷാർപ്പ് ആൻഡ് കറക്റ്റ് സൈസ് ആയിട്ടിരിക്കുന്നതാണ്. ച്യൂയിംഗം കഴിക്കുന്നത് ഷാർപ്പ് ജോ ലഭിക്കാനായിട്ട് സഹായിക്കുന്നു. ടിപ്പ് നമ്പർ 5, ഗുഡ് ഹെയർ സ്റ്റൈൽ. എപ്പോഴും മികച്ച ഒരു ഹെയർ സ്റ്റൈൽ കീപ്പ് ചെയ്യുക. ഇത് നിങ്ങളെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നു. ഒരിക്കലും മറ്റൊരാളുടെ ഹെയർ സ്റ്റൈൽ കോപ്പി ചെയ്യാതിരിക്കുക. കാരണം എല്ലാ ടൈപ്പ് ഹെയർ സ്റ്റൈലും എല്ലാവരുടെയും ഫേസിന് യോജിക്കണം എന്നില്ല. അതിന് നിങ്ങളുടെ ഫേസിന് അനുയോജ്യമായിട്ടുള്ള ഹെയർ സ്റ്റൈൽ ഏതാണ് എന്ന് കണ്ടെത്തി അതുപോലെ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ ശ്രമിക്കുക. നമ്പർ 6, സ്മൂത്ത് ഫോർഹെഡ്. നിങ്ങളുടെ ഫോർഹെഡിൽ വളരെയധികം ചുളിവുകളുണ്ടോ? എന്നാൽ നിങ്ങളുടെ ഫേസ് കാണുമ്പോൾ നിങ്ങളെ കൂടുതൽ ഏജ്ഡ് ആയിട്ട് തോന്നിപ്പിക്കും. അമിതമായിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുന്നതും കടുത്ത സ്ട്രെസ്സും നിങ്ങളുടെ ഫോർഹെഡിൽ ചുളിവുകൾ വരാനായിട്ട് കാരണമാകുന്നു. അതിനാൽ എപ്പോഴും സൺസ്ക്രീൻ ഉപയോഗിക്കുകയും സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാം. നമ്പർ 7, ബി എ സ്മൈലിംഗ് പേഴ്സൺ. നമ്മൾ എത്രത്തോളം അട്രാക്റ്റീവ് ആണ് എന്ന് മറ്റുള്ളവർ വിലയിരുത്തുന്നത് നമ്മളുടെ സ്മൈൽ നോക്കിയിട്ടായിരിക്കും. കൂടുതൽ ചിരിക്കുന്നവരിലേക്ക് ആളുകൾ കൂടുതൽ അട്രാക്റ്റീവ് ആവുകയും എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്നവരിൽ നിന്ന് ആളുകൾ അകന്നു പോവുകയും ചെയ്യുന്നു. അതിനാൽ ഏതൊരു അട്രാക്റ്റീവായ ഫേസും കൂടുതൽ ചിരിക്കുന്നതായിരിക്കും. അട്രാക്റ്റീവായി ചിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പല വേർഡ്സും യൂസ് ചെയ്യാവുന്നതാണ്. എക്സാമ്പിൾ ചീസ്, മണി എന്നിങ്ങനെ. ഈ വേർഡ്സ് പറഞ്ഞു തീരുമ്പോൾ നിങ്ങളുടെ ഫേസ് ചിരിക്കുന്ന രീതിയിലായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. കൂടാതെ മിററിൽ നോക്കി ചിരിക്കുന്നതും നിങ്ങളുടെ സ്മൈൽ കറക്ഷൻ ചെയ്യാനുള്ള നല്ലൊരു മെത്തേഡാണ്. നമ്പർ 8, ഹൈജീനിക് ടീത്ത്. നന്നായി ചിരിക്കുന്നവർ കൂടുതൽ അട്രാക്റ്റീവ് ആയിരിക്കും എന്ന് മനസ്സിലായല്ലോ. എന്നാൽ ഒരാളെ നന്നായിട്ട് ചിരിക്കാനായിട്ട് സഹായിക്കുന്നത് അയാളുടെ പല്ലുകളാണ്. അതിനാൽ തന്നെ ചുണ്ടുകളും പല്ലുകളും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. ഇതിനായിട്ട് ദിവസവും 2 നേരം പല്ല് തേക്കുക. ഇടയ്ക്കൊക്കെ ഡെൻ്റൽ ക്ലിനിക്കിൽ പോയിട്ട് പല്ലുകൾ വൃത്തിയാക്കുക. ആൻഡ് ബോണസ് ടിപ്പ്, ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ. നന്നായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്ന വഴി നിങ്ങളുടെ ശരീരത്തെ ഹൈഡ്രേറ്റഡ് ആൻഡ് എനർജറ്റിക് ആയിട്ട് നിലനിർത്താനായിട്ട് സഹായിക്കുന്നു. ഇത് നിങ്ങളുടെ ഫേസിലും സ്കിന്നിലും ഇലാസ്റ്റിസിറ്റി നിലനിർത്താനായിട്ട് സഹായിക്കുന്നു. ഇതുവഴി നിങ്ങളുടെ സ്കിന്നിൽ വരുന്ന സ്കാർസ്, റിങ്കിൾസ് ഇതെല്ലാം ഇല്ലാതാകുന്നു. അതിനാൽ എപ്പോഴും ആവശ്യത്തിന് വെള്ളം കുടിക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് മോഡൽസിനെ പോലെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫേസ് ലഭിക്കാനായിട്ടുള്ള 8 ടിപ്സ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. So thank you so much for your time. Have a nice day.